കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലാബിൻ്റെ സെക്കൻഡ് എക്സ്പെരിമെൻ്റായ പൊസിഷനിങ് ഓഫ് SMPS മദർ ബോർഡ് എന്നിവയെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ CPU-വിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണ്, അതിൻ്റെ കവർ റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് മദർ ബോർഡ്. മദർ ബോർഡിനെ നമുക്ക് റിമൂവ് ചെയ്യണം, എങ്കിലത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മദർ ബോർഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് കുറേ സ്ക്രൂകളുണ്ട്, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. CPU-യുടെ ബാക്ക് കവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന മദർ ബോർഡാണ്. പിന്നെ അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡ്രൈവ്, CD ഡ്രൈവ്, SMPS ഇത്രയാണ് ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നത്, CPU-ൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി മദർ ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മദർ ബോർഡിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്സർ IC ആണ്. ഇത് IC സോക്കറ്റിനകത്താണുള്ളത്. ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, IC റിമൂവ് ചെയ്തെടുത്തു. ഇതിൻ്റെ പിന്നുള്ള ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ ഇത് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഏറോ മാർക്ക് കാണാൻ പറ്റും. ഈ ഏറോ മാർക്കാണ് നമ്മൾ ഇടുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഏറോ മാർക്കും അതേപോലെ തന്നെ IC സോക്കറ്റിനകത്ത് ഒരു ഏറോ മാർക്കും വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് രണ്ടും കൂടി കോയിൻസിഡൻ്റ് ആയെങ്കിൽ മാത്രമേ നമുക്കത് IC ഇതിനകത്ത് ഫിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഞാനിത് വെക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ രണ്ടും കൂടി കോയിൻസിഡൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് IC സോക്കറ്റിനകത്ത് അമർത്തി വെക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് നമുക്ക് പവർ കണക്ടർ, അതായത് ATX പവർ സോക്കറ്റ് 20 പിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ID പോർട്ട്, ID1, ID0, പിന്നെ വരുന്നത് എക്സ്പാൻഷൻ സ്ലോട്ട്, അതായത് PCI, പിന്നെ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് സ്ലോട്ട്, ഇത്രയാണ് സ്ലോട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റാമിൻ്റെ സ്ലോട്ട്, അതായത് DDR റാമിൻ്റെ റാം സ്ലോട്ട്. ഇതിനകത്ത് DDR റാം ഉണ്ട്. നമുക്കത് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ ഈ സ്ലോട്ടിൽ നിന്ന് 2 പിന്നിനെ അങ്ങോട്ട് മാറ്റും. ഇതാണ് DDR റാം. DDR റാമിന് നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്ലോട്ടിനകത്തും ഒരു കട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും ഓവർലാപ്പ് ആവുന്ന വിധത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് പോവുകയുള്ളൂ. നോക്കണം, രണ്ടും ഇടുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് രണ്ട് ഭാഗത്തും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഫിറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഇതിനകത്ത് നമ്മുടെ പ്രൊസസ്സറിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് നോർത്ത് ബ്രിഡ്ജ്, പിന്നെ സൗത്ത് ബ്രിഡ്ജ്, പിന്നെ ബയോസ് ബാറ്ററി. ഇൻറ്റേർണൽ ക്ലോക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി ഇവിടെ ഉപയോഗിക്കുന്നത്. CMOS ബാറ്ററിയാണ്, 3.3 വോൾട്ട് ബാറ്ററിയാണ്. പിന്നെ ഉള്ളത് പിന്നെ ഫ്രണ്ട് പാനൽ കൺട്രോളിലേക്ക് പോകുന്ന, അതായത് USB-യും അതുപോലെ കൺട്രോളിലേക്ക് പോകുന്ന വയർസാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഏതാക്കണം ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, അതേപോലെ തന്നെ ഫ്രണ്ട് പാനൽ USB ഒക്കെ ഇതിലേക്കാണ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സ്ലോട്ടിൽ, അതായത് ID സ്ലോട്ടാണിത്. ഈ ID സ്ലോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന മദർ ബോർഡിൽ നിങ്ങൾക്ക് ഇത് വളരെ റെയറായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ID സ്ലോട്ട് പകരം വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇത് രണ്ടുമുണ്ട്. SATA സ്ലോട്ടാണ്, SATA പോർട്ടാണ്, അതായത് SATA, ഇത് ഇത്ര ചെറിയ പോർട്ടാണ്. ഈ ID പോർട്ടിന് പകരമായിട്ട് വരുന്നതാണ് ഈ SATA പോർട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ ചെയ്യുന്നത്, അതായത് ഈ ID പോർട്ടിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്കാണ് പോകുന്നതെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് എടുക്കാം. ഇത് ഇതിൻ്റെ അകത്തുള്ള ഹാർഡ് ഡിസ്ക്കാണ്. ഇത് ID ആണ്. ID കണക്ടർ മാത്രമേ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ പവറിൻ്റെയും ID ആണ് വരുന്നത്, ID കണക്ടറാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും SATA വരുന്നതാണ് ഇപ്പോഴത്തെ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ID കേബിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു ഭാഗം നമ്മുടെ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു, ഒരു ഭാഗം മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യും. മറ്റേ ഭാഗത്താണ് നമ്മുടെ ID ഡിവൈസ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ 2 ഡിവൈസ് അറ്റ് എ ടൈം നമുക്ക് ഒരു സ്ലോട്ടിൽ 2 ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് മാസ്റ്ററായിട്ടും മറ്റേത് സ്ലേവായിട്ടുമാണ് അപ്പോൾ ആക്ട് ചെയ്യുക. ഇതൊരു SATA DVD ഡ്രൈവാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ID സ്ലോട്ട് അല്ല കാണാൻ പറ്റുന്നത്, SATA-യുടെ പവർ സ്ലോട്ടും അതുപോലെ തന്നെ ഡാറ്റ സ്ലോട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഡാറ്റ വരുന്നത്, ഇത് പവറാണ് വരുന്നത്. അപ്പോൾ ഇത് SATA ഉള്ള മദർ ബോർഡിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സാധാരണ DVD ഡ്രൈവാണിത്.
ഇത് സാറ്റ കേബിളാണ്. ഈ കേബിളാണ് നമ്മൾ ഈ സാറ്റ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാദ്യം നമുക്ക് ഡിവൈസിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഒരു കട്ടുണ്ട്. ആ കട്ട് ഇതിനകത്തും അതേപോലെ തന്നെ നമ്മുടെ CD ഡ്രൈവിലും DVD ഡ്രൈവിലും ഒരു കട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കോൺസൈഡ് ചെയ്യുന്ന വിധത്തിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മറ്റേ എൻഡ് ഐഡിയുടെ മദർ ബോർഡിലുള്ള ഐഡിയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫ്ലോപ്പിയുടെ കേബിളാണ്, അതായത് റിബൺ കേബിളാണ്, ഫ്ലോപ്പിയുടെ റിബൺ കേബിളാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഇതിൻ്റെ അതായത് ഫ്ലോപ്പിയുടെ ഐഡിയിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം മറ്റേ ഭാഗം അതായത് നമ്മുടെ ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവിൻ്റെ കൂടെയും കണക്ട് ചെയ്യും. ഇത് ഹാർഡ് ഡിസ്ക്കാണ്. ഇതിൻ്റെ ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി 40 GB ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 40 GB എന്ന് പറയുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് 500 GB 1 TB ഒക്കെ വരുന്നതാണ്. പക്ഷേ ഇത് പഴയ സിസ്റ്റം ആയതുകൊണ്ട് ഇതിൽ 40 GB ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബോർഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പിന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ആയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ID കണക്ടർ കണക്ട് ചെയ്യാനുള്ള 40 പിന്നുള്ള അതിനുള്ള സംവിധാനം, അതുപോലെ തന്നെ പവറിൻ്റെ ID കണക്ട് ചെയ്യാനുള്ള സംവിധാനം, അതുപോലെ തന്നെ ജമ്പർ സെറ്റിങ്സ്. നമുക്കിത് പ്രൈമറി ആയിട്ടും സ്ലൈവായിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജമ്പർ സെറ്റിങ്സ് ആണ് വരുന്നത്. ഇത് ID സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവാണ്. നമ്മൾ നേരത്തെ സാറ്റ സപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവായിരുന്നു പറഞ്ഞത്. ഇത് ID സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പവർ കണക്ടർ ID ആയിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ കണക്ടറും ID ആണ് വരുന്നത്. അത് PCI സ്ലോട്ടാണ്. അതുപോലെ PCI സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എനിക്ക് മദർ ബോർഡിൽ കാണാൻ പറ്റില്ല. കാരണം പണ്ട് കാലത്തെ സിസ്റ്റത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഓരോ കാർഡും ഇപ്പോൾ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഒരു നെറ്റ്വർക്ക് വേണമെന്നുണ്ടെങ്കിൽ മദർ ബോർഡിൽ നെറ്റ്വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നെറ്റ്വർക്ക് കാർഡ് ആഡ് ചെയ്യണം. അതുപോലെ ഗെയിം കാർഡ്, അതുപോലെ തന്നെ സൗണ്ട് കാർഡൊക്കെ ആഡ് ചെയ്യുന്നത് ഇതുപോലുള്ള PCI ഉപയോഗിച്ചിട്ടായിരുന്നു.